കടലുകൾ യുദ്ധക്കളമായി മാറുമ്പോൾ, കപ്പൽ ചരക്കുകൾ കത്തിയെരിയുമ്പോൾ, ആഗോള വാണിജ്യത്തിൻ്റെ ജീവനാഡികൾ ഒന്നൊന്നായി നിലയ്ക്കുമ്പോൾ ലോകം എങ്ങോട്ട് നോക്കും? ആരോട് സഹായം ചോദിക്കും? ഹോർമുസും ചെങ്കടലും കരിങ്കടലുമെല്ലാം ഇന്ന് പുകയുകയാണ്. റഷ്യൻ എണ്ണക്കപ്പലുകൾ കടലിൽ ആക്രമിക്കപ്പെടുന്നു. ഇറാൻ കപ്പൽ പാതകൾ അടച്ചുപൂട്ടുന്നു. ഭൂമി ഒരു വലിയ ഊർജ പ്രതിസന്ധിയുടെ വക്കിലേക്ക് കൂപ്പുകുത്തുകയാണ്. എന്നാൽ ഈ മഹാപ്രതിസന്ധിക്കിടയിലും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മോസ്കോയിൽ നിന്ന് ഒരു വിപ്ലവകരമായ പ്രഖ്യാപനം പുറത്തുവരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, അത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്കാണ്. കടൽ വഴികളൊക്കെ അടഞ്ഞാൽ നമുക്ക് റഷ്യയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് തീവണ്ടിയെ വിട്ടാലോ? ഞെട്ടിയില്ലേ? ഇത് കേവലം ഒരു സ്വപ്നമോ സയൻസ് ഫിക്ഷൻ സിനിമയോ ഒന്നുമല്ല, മറിച്ച് യുറേഷ്യയുടെ മുഴുവൻ സാമ്പത്തിക ഭൂപടത്തെയും തലതിരിച്ച് മറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. അല്ല, ഇതെങ്ങനെ സാധ്യമാവുമെന്നല്ലേ നിങ്ങളൊക്കെ ആലോചിക്കുന്നത്? നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. റഷ്യയുമായുള്ള തന്ത്രപരമായ സൗഹൃദം പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഇന്ത്യയുടെ അടുത്തേക്ക് മോദിയുടെ ഭരണത്തിന് കീഴിൽ മറ്റൊരു ചരിത്രപ്രധാനമായ നാഴികക്കല്ല് കൂടി എത്തുകയാണ്. റഷ്യയിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കടന്നുപോയി ഇന്ത്യയിലേക്ക് നേരിട്ട് ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കുക എന്നതാണ് റഷ്യൻ ഉപപ്രധാനമന്ത്രി മറാട്ട് ഗുസ്നുലിൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതി. പരമ്പരാഗതമായി നാം ആശ്രയിച്ചിരുന്ന സമുദ്രപാതകൾ ഓരോന്നായി അപകടഭരിതമായി മാറുമ്പോൾ കരയിലൂടെ തീർക്കുന്ന ഈ ഇരുമ്പ് പാത ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുകയാണ്. റഷ്യൻ കയറ്റുമതിക്കാർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് യാതൊരുവിധ റിസ്ക്കുമില്ലാതെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഈ റെയിൽപാതയിലൂടെ സാധിക്കും. കൽക്കരിയും എണ്ണയും ധാതുക്കളും യന്ത്ര സാമഗ്രികളും റഷ്യയിൽ നിന്ന് നേരിട്ട് ചരക്കു തീവണ്ടികളിൽ കയറി ഇന്ത്യയുടെ മണ്ണിലെത്തുന്ന ആ ഒരു സുദിനം അത്ര വിദൂരമല്ല. ഇതിനകം തന്നെ 2024 റഷ്യയിൽ നിന്ന് കൽക്കരി നിറച്ച 2 ട്രെയിനുകൾ INSTC വഴി ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് ഈ സംവിധാനത്തിന്റെ പ്രായോഗിക സാധ്യതകൾ ഇരു രാജ്യങ്ങളും വിജയകരമായി തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇറാനിലെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തെയും റഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴി ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. കടൽ, റെയിൽ, റോഡ് മാർഗങ്ങൾ എന്നിവ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് തീർക്കുന്ന ഈ വലിയൊരു അന്താരാഷ്ട്ര ഗതാഗത ശൃംഖല യാഥാർത്ഥ്യമായാൽ സമയലാഭം വളരെ വലുതായിരിക്കും. മാസങ്ങളോളം കടലിൽ കപ്പലുകൾ കാത്തുകിടക്കേണ്ട ഗതികേട് ഇതിലൂടെ പൂർണ്ണമായും ഒഴിവാക്കാം. റഷ്യയിൽ നിന്ന് വരുന്ന ചരക്കുകൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിവേഗം ഇന്ത്യയിലെ മാർക്കറ്റുകളിലെത്തും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ എണ്ണ കയറ്റുമതി വരുമാനത്തിനേറ്റിരിക്കുന്ന കനത്ത പ്രഹരത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് ഈ റെയിൽവേ ലിങ്ക്. ബോസ്ഫറസ് കടലിടുക്കിലെയും ഹോർമുസിലെയും അപകട സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് റഷ്യൻ ചരക്കുകൾക്ക് പുതിയൊരു സുരക്ഷിത പാത തുറക്കുകയാണ് മോസ്കോ. എന്നാൽ ഈ ആശയത്തിന് പിന്നിൽ വലിയ തോതിലുള്ള വെല്ലുവിളികളും അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് നാം ഓർക്കണം. തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഈ പാത കടന്നു പോകുമ്പോൾ സുരക്ഷാപരമായ ഭയങ്ങൾ അന്തരീക്ഷത്തിൽ കനത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ലോകത്തിലെ ഏറ്റവും വലിയ അപകടാവസ്ഥയിലുള്ള 2 പ്രദേശങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണങ്ങളും അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പൂർണ്ണ നിയന്ത്രണമില്ലാത്ത സൈന്യവും റെയിൽ പദ്ധതിക്ക് വലിയൊരു പ്രതിബന്ധമായി മാറുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വർഷങ്ങളായി അടിമുടി വഷളായി തുടരുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വഴിയുള്ള ട്രെയിൻ സർവീസ് എത്രത്തോളം പ്രായോഗികമാകുമെന്ന ചോദ്യം വളരെ ശക്തമാണ്. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള ഉരസലുകളും ഈ പാതയുടെ സുരക്ഷയെ കത്രികപ്പൂട്ടിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും റഷ്യയുടെ ഈ നീക്കം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് പകരമുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ അത് ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കും പുതിയൊരു സുവർണപാത തന്നെ തുറന്നുകൊടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവ വളരെ വേഗത്തിൽ റഷ്യൻ വിപണിയിലേക്ക് എത്തിക്കാൻ ഈ സംവിധാനം സഹായിക്കും. അതുപോലെ തന്നെ റഷ്യൻ വിപണിയിൽ നിന്ന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ത്യയിൽ എത്തിക്കാനും കഴിയും.
ഒരു കാലത്ത് കടൽ മാർഗങ്ങളെ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെയും റഷ്യയുടെയും വ്യാപാര ബന്ധത്തിന് മേൽ റെയിൽ റോഡും കാസ്പിയൻ കടലും ചേരുന്ന പുത്തൻ ദിശാബോധമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. പരമ്പരാഗത റൂട്ടുകളെല്ലാം യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും പേരിൽ തടസ്സപ്പെടുമ്പോൾ പുതിയ വാണിജ്യ ഇടനാഴികൾ കണ്ടെത്തുക എന്നത് ഏത് രാജ്യത്തിന്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. മോദിയുടെ കീഴിൽ ഇന്ത്യ സ്വീകരിക്കുന്ന വിദേശ നയങ്ങളുടെ കൃത്യതയും ദീർഘവീക്ഷണവുമാണ് ഇത്തരം വലിയ പദ്ധതികളുടെ ഭാഗമാകാൻ രാജ്യത്തിന് അവസരമൊരുക്കുന്നത്. റഷ്യ മാത്രമല്ല, ലോകത്തിലെ പല വൻകിട രാജ്യങ്ങളും ഇന്ത്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പിക്കാൻ വലിയ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ സ്വാധീനം ആഗോളതലത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും മികച്ച തെളിവ് കൂടിയാണിത്. കടലിലെ തിരമാലകൾ അശാന്തമാകുമ്പോൾ കരയിലൂടെ പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ റഷ്യയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതാൻ പോന്ന ഒന്നായി മാറുകയാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ഊർജ പ്രതിസന്ധിയിലേക്കും നീങ്ങുമ്പോൾ ഈ റെയിൽവേ ആശയം ഇന്ത്യയുടെയും റഷ്യയുടെയും സൗഹൃദത്തിന്റെ ആഴം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്നു. ഭാവിയിലെ ആഗോള വാണിജ്യത്തിന്റെ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇരു രാജ്യങ്ങളുടെയും ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ഭരണാധികാരികളുടെ കീഴിൽ ഇന്ത്യയും റഷ്യയും നടത്തുന്ന ഈ നീക്കം വരും തലമുറകൾക്കായുള്ള വലിയൊരു സമ്മാനമായിരിക്കും. കപ്പൽ പാതകൾ അനന്തമായ അപകടങ്ങളിൽ ചെന്നുപെടുന്ന ഈ കാലഘട്ടത്തിൽ ഇരുമ്പഴിയിലൂടെയുള്ള ഈ പുതിയ കുതിപ്പ് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയൊരു ജീവൻ നൽകുമെന്നുറപ്പാണ്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് റഷ്യയിൽ നിന്ന് പുറപ്പെടുന്ന ആ ട്രെയിൻ ഇന്ത്യയുടെ മണ്ണിലേക്ക് കുതിച്ചെത്തുന്ന ആ സുദിനത്തിനായി ലോകം മുഴുവൻ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാണ്. ഇന്ത്യയുടെയും റഷ്യയുടെയും സൗഹൃദം ലോകത്തിന്റെ നെറുകയിൽ പുതിയ കൊടി നാട്ടാൻ പോകുന്നതിന്റെ ആവേശകരമായ മുന്നറിയിപ്പ് കൂടിയാണിത്. ആഗോള ശക്തികളുടെ കളിയിലെ പുതിയൊരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായി ഈ റെയിൽ ലിങ്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരും നാളുകളിൽ ലോകരാഷ്ട്രത്തെയും സാമ്പത്തിക രംഗത്തെയും ഇത് എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഈ മഹാപദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മോദിയുടെ കരുത്തുറ്റ ഭരണകൂടത്തിന് മുന്നിൽ പ്രതിസന്ധികളെല്ലാം വഴിമാറുമെന്നുറപ്പാണ്. വരും കാലങ്ങളിൽ ആഗോള വാണിജ്യ രംഗത്ത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ സംയുക്ത നീക്കം ഒരു പുതിയ ചരിത്രം തന്നെ രചിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ആധുനിക ലോകം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങളിൽ ഒന്നായി ഈ റെയിൽവേ ഇടനാഴി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ നേരിടുന്ന ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ നയങ്ങൾ വളരെയധികം സഹായിക്കും. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക മാത്രമല്ല, കാലത്തെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിമറിക്കാൻ ശക്തമായ നേതൃത്വത്തിന് സാധിക്കുമെന്ന് മോദി സർക്കാർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ നയപരമായ നീക്കം വരും ദശകങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുമെന്നതിൽ തർക്കമില്ല. അസാധ്യമെന്ന് കരുതുന്ന പലതിനെയും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാക്കി കാട്ടുന്ന ആഗോള രാഷ്ട്രത്തിലെ മാതൃകയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. റഷ്യയുടെ ഈ നിർദ്ദേശം അന്താരാഷ്ട്ര വ്യാപാര തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുറപ്പാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം കൂടുതൽ ഉയർത്താനും രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയ വേഗത നൽകാനും ഈ റെയിൽവേ ബന്ധം ഏറെ സഹായകമാകും. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറും. പുതിയ തലമുറയ്ക്ക് വികസനത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നു നൽകുന്ന ഈ ചരിത്ര നീക്കം വരും കാലങ്ങളിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ അപൂർവ ഒത്തുചേരൽ ലോകത്തിന്റെ ഊർജ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണും. ഇത് വെറുമൊരു റെയിൽപാത മാത്രമല്ല, മറിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പുതിയ കാലത്തിന്റെ സാമ്പത്തിക പാലം കൂടിയാണ്. US-ഉം ഇറാനും തമ്മിലുള്ള കടുത്ത സംഘർഷങ്ങളെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ ലോകം മുഴുവൻ ഊർജത്തിനായി പരക്കം പായുകയാണ്. മാർച്ച് ആദ്യം മുതൽ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ദക്ഷിണേഷ്യയെയും കിഴക്കനേഷ്യയെയും ഇത് സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കരമാർഗമുള്ള ഗതാഗതം എന്ന ബദൽ ആശങ്കകൾക്ക് അറുതി വരുത്താൻ പോകുന്നതാണെന്ന് റഷ്യ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ തന്ത്രപ്രധാനമായ സൗഹൃദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.